വിജയസാറിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +2 ഹ്യൂമൻ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്ററായിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റ് കോൺസെപ്റ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്ന ഇൻഡിക്കേറ്റേഴ്സ്, പില്ലേഴ്സ്, അതുപോലെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് പോവാം. വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നമ്മൾ പലപ്പോഴും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ്, ഒന്ന് ഗ്രോത്ത്, മറ്റൊന്ന് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുന്നത്. ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മാത്രമേ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രവുമല്ല, അത് ചിലപ്പോൾ പോസിറ്റീവുമാകാം അല്ലെങ്കിൽ നെഗറ്റീവുമാകാം. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ വളർച്ചയെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ വളർച്ച നമുക്ക് മെഷർ ചെയ്യുമ്പോൾ ന്യൂമറിക്കലി മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ. അതായത് സംഖ്യാപരമായിട്ട് മാത്രമേ നമുക്ക് എന്ത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തന്നെ ചിലപ്പോൾ പോസിറ്റീവായിട്ടും വരാം ഗ്രോത്ത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും വരാം. ഇപ്പോൾ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഒരു പീരീഡും നമ്മുടെ ഇപ്പോഴുള്ള കറണ്ട് പീരീഡുമായിട്ട് നമ്മൾ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്, കഴിഞ്ഞ പീരീഡ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ഗ്രോത്ത് റേറ്റ്, അതായത് ഇപ്പോൾ കറണ്ടിലുള്ള ഇക്കോണമി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് നമുക്ക് ലഭിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ടായിട്ടുള്ള നമ്മുടെ ഇക്കോണമിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡിനേക്കാൾ മോശമായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അതെന്താവും, നെഗറ്റീവ് ഗ്രോത്ത് ആയിരിക്കും അവിടെ വരിക. അതിപ്പോൾ ബെറ്ററായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഗ്രോത്ത് ആവും. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താകാം, പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അത് മാത്രമല്ല, അത് നമുക്ക് എങ്ങനെ മാത്രമേ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവായിട്ട് മാത്രമേ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ, ഗ്രോത്ത് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആൻഡ് മേ ബി ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാവുന്ന ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ സാധിക്കുന്ന ചേഞ്ചാണ് ഏതെന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യത്യാസമുണ്ട്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഡെവലപ്മെൻറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രോത്തിനെ ക്വാണ്ടിറ്റേറ്റീവായി മെഷർ ചെയ്യുമെങ്കിൽ, ഡെവലപ്മെൻറ്റിന് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്വാളിറ്റേറ്റീവായിട്ടാണ് മെഷർ ചെയ്യുന്നത്. അതായത് നമ്മൾ അതിനെ ഗുഡ് ക്വാളിറ്റി ആയിട്ടാണ് എപ്പോഴും ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവായിട്ടും ചില സമയങ്ങളിൽ മെഷർ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഡെവലപ്മെൻറ്റിനെ ഇപ്പോൾ പ്രീവിയസ് പീരീഡുമായിട്ട് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നോർമലി ചെയ്യാം, അല്ലെങ്കിൽ ജനറലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് നമ്മൾ എന്തിനെ എടുക്കുന്നത്, ഡെവലപ്മെൻറ്റിനെ എടുക്കുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് ചേഞ്ചാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചുമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രധാനമായിട്ട് നോക്കാനുള്ളത്, ഡെവലപ്മെൻറ്റിനെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാലത്തും നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഏകകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിന്, അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച്. അതായത് ഒരു പോസിറ്റീവ് ചേഞ്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് എന്തായിട്ട് പറയാൻ പറ്റും, ഡെവലപ്മെൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവുമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഇക്കോണമിക് പീരീഡിൽ ഒരു ഇക്കോണമിയുടെ ഡൊമസ്റ്റിക് ആയിട്ടും അതുപോലെ തന്നെ ഫോറിനിലും എത്രത്തോളമാണ് ആ ഒരു ഇക്കോണമിയുടെ പൊട്ടൻഷ്യൽ ഉള്ളത്, അവിടുത്തെ പ്രൊഡക്ഷൻ, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യും. ഏതിലൂടെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, നാഷണൽ ഇൻകത്തിൻ്റെ എസ്റ്റിമേഷനിലൂടെ നമുക്കത് സാധിക്കും. ഇനി പെർ ക്യാപിറ്റ ഇൻകം ആകുമ്പോഴത്തേക്കും ആ നാഷണൽ ഇൻകം എങ്ങനെയാണ് ഓരോ ജനങ്ങളിലും എത്തുന്നത്, അതായത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. അപ്പോൾ ഓരോ ആളിനും ആ ഒരു ഡെവലപ്മെൻറ്റ്, നാഷണൽ ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രോഗ്രസ് ഓരോ ജനങ്ങളിലും എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ ഒരു ഇല്യൂഷണറി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഡെവലപ്മെൻറ്റ് ഒരിക്കലും മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു നാഷണൽ ഇൻകവും അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകവും ആയിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ആക്ച്വലി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഇതൊരു മീൻ കോൺസെപ്റ്റ് മാത്രമാണ്. അതായത് ജനങ്ങൾക്ക് തുല്യമായി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഒരിക്കലും ജനങ്ങൾക്ക് എത്തണമെന്നില്ല. അതായത്
ഒരു ഇക്കോണമിയുടെ ഒരു റിസോഴ്സ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 70% ഹോൾഡ് ചെയ്യുന്നത് ടോട്ടൽ പോപ്പുലേഷൻ്റെ 20%ഓളം ആയിരിക്കും. അപ്പോൾ വളരെ റിച്ച് അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഒരു 20% ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സിൻ്റെ 70%ഓളം ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള എത്ര ശതമാനമുണ്ട്? 80% ഉണ്ട്. ഇപ്പോൾ ഈ 80%ന് കിട്ടുന്ന എന്തായിരിക്കും? ബാക്കിയുള്ള 30% റിസോഴ്സസ് ആയിരിക്കും. അതായത് റിസോഴ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെ വലിയ ഇന്നിക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇക്വാളിറ്റി ഇൻ റിസോഴ്സ് ഷെയറിങ് ഒരു ഇക്കോണമിയിലും കാണുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആയിട്ട് എന്തിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല? ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഒരിക്കലും നാഷണൽ ഇൻകത്തിനെയും പെർ ക്യാപിറ്റ ഇൻകത്തിനെയും എടുക്കാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കാരണം ഇതൊരിക്കലും നമുക്ക് ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് തരില്ല. പകരം ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഇതിൽ നിന്നും കിട്ടുകയുള്ളൂ. അതായത് ഈക്വൽ ആയിട്ട് ഒരിക്കലും നാഷണൽ ഇൻകം ജനങ്ങളിലേക്ക് പെർ ക്യാപിറ്റ ഇൻകത്തിൽ പറയുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 70% ഓഫ് റിസോഴ്സസ് 20% ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 80% ഓഫ് പോപ്പുലേഷന് കിട്ടുന്നത് 30% ഓഫ് റിസോഴ്സസ് ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു വലിയ ഇന്നിക്വാളിറ്റി നമുക്ക് ആ റിസോഴ്സ് ഷെയറിങ്ങിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഒരിക്കലും ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ എന്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അറിയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു സൊസൈറ്റിയുടെ പ്രോഗ്രസ്സിനെ മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെയും ഫെയിലിയറിലൂടെ പഠിച്ച പാഠം. അപ്പോൾ ഈ ഒരു പാഠം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്തിനെപ്പറ്റി ചിന്തിച്ചത്? ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സോഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ വേണം. അങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് വേ ആണ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നോക്കിയാൽ നമ്മളതിന് പ്രധാനമായിട്ട് എടുക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്സസ് ടു നോളജ്, കേപ്പബിലിറ്റി ടു ലിവ് എ ഹെൽത്തി ലൈഫ്, ആക്സസ് ടു റിസോഴ്സസ്. അപ്പോൾ ഏതൊക്കെയാണ്? ആക്സസ് ടു നോളജ്, കേപ്പബിലിറ്റി ടു ലിവ് എ ഹെൽത്തി ലൈഫ്, ആക്സസ് ടു റിസോഴ്സസ്. അതായത് പ്രധാനമായിട്ടും ഒരു ഹെൽത്തി ലൈഫ് എൻജോയ് ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് നോളജ്, അതായത് അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ വിഭവങ്ങൾ അവരിലേക്ക് എത്തുന്നുണ്ടോ, അതായത് വിഭവങ്ങൾ എൻജോയ് ചെയ്യാനുള്ള റൈറ്റ്സ് അവർക്ക് ലഭിക്കുന്നുണ്ടോ. അതാണ് ആക്സസ് ടു റിസോഴ്സ് വഴി നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വെച്ച് ഇക്കണോമിക് പ്രോഗ്രസ്സിനെ മെഷർ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്തത് പാകിസ്ഥാനി ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള മഹബൂബ് ഉൽ ഹക്കും അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള നൊബേൽ ലൗറിയേറ്റ് ആയിട്ടുള്ള അമർത്യ സെന്നുമാണ്. ഇത് 1990 ഇത് നടക്കുന്നത്. അതായത് ഇവർ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മെഷർ കൊണ്ടുവരുന്നത് 1990 ഇവരുടെ ഈ ഒരു അഡ്വക്കേഷൻ ഇവർ UNDP-യിൽ പ്രൊസീഡ് ചെയ്യുകയും UNDP ഇതിന് അക്സെപ്റ്റൻസ് കൊടുക്കുകയും ചെയ്യുന്നു. UNDP എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. UNDP ഇതിന് അക്സെപ്റ്റൻസ് കൊടുത്തു 1990. അങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന് അത്രത്തോളം പോപ്പുലാരിറ്റി വരുന്നതും ഇത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുമെന്ന് പറയുന്നതും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ പെർ ക്യാപിറ്റ ഇൻകം മെഷർ എടുക്കുമ്പോൾ അത് എന്തായിരുന്നു പറയൂ, ഇന്നിക്വാളിറ്റി ഉണ്ടെങ്കിലും അത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു മീൻ കോൺസെപ്റ്റാണ്. ഒരു അരിത്മെറ്റിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊരു മീൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റേ കിട്ടുള്ളൂ. അത് ചിലപ്പോൾ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു റിസൾട്ടിൽ നിന്നും വളരെ ഡീവിയേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് ഈ കിട്ടുന്ന ഒരു മീൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കിയെടുത്ത ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആക്സസ് ടു നോളജ്, അതുപോലെ ആക്സസ് ടു ലിവ് എ ഹെൽത്തി ലൈഫ്, ആക്സസ് ടു റിസോഴ്സസ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആകുമ്പോൾ കൂടുതലായിട്ട് ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. അതായത് അവർക്ക് എത്രത്തോളം വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും അതുപോലെ വിഭവങ്ങൾ അവർക്ക് അനുഭവിക്കാനുമുള്ള എത്രത്തോളം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് നമ്മൾ കണക്കാക്കുന്നത് വഴി എങ്ങനെയാണ് ഒരു ഇക്കോണമിയുടെ പ്രോഗ്രസ് ജനങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്നിക്വാളിറ്റിയും റിസോഴ്സ് ഷെയറിംഗ് ഉണ്ടോ എന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രീഡം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് എ ഫ്രീഡം. ഇറ്റ്സ് എ ഫ്രീഡം ഫ്രം ഇല്ലിറ്ററസി, ഇഗ്നോറൻസ്, പോവേർട്ടി ആൻഡ് ഹങ്കർ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു ഫ്രീഡം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇല്ലിറ്ററസി അതായത് നിരക്ഷരത, അതുപോലെ ഇഗ്നോറൻസ് അവഗണന,
പോവേർട്ടി, ദാരിദ്ര്യം, ഹങ്കർ, വിശപ്പ്. അപ്പോൾ ഇതുപോലുള്ള നെഗറ്റിവിറ്റിയിൽ നിന്നുമുള്ള ഒരു ഫ്രീഡം ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഓൾട്ടർനേറ്റീവ് സോഴ്സിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഏതൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പില്ലേഴ്സ് എന്നാണ്. അതായത് നമ്മുടെ മാനവ വിഭവത്തിൻ്റെ പ്രധാനപ്പെട്ട നെടുംതൂണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അല്ല, പ്രധാനമായിട്ട് 4 പില്ലേഴ്സാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനുള്ളത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന 4 പില്ലേഴ്സ് ഏതൊക്കെയാണ്? 1 ഇക്വിറ്റി, 2 സസ്റ്റൈനബിലിറ്റി, 3 പ്രൊഡക്ടിവിറ്റി, 4 എംപവർമെൻറ്റ്. ഏതൊക്കെയാണ്? ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, എംപവർമെൻറ്റ്. ഫസ്റ്റ് വൺ ഇക്വിറ്റി. പേര് പോലെ തന്നെ ഇക്വിറ്റി മെഷേഴ്സ് ദ ഇക്വാളിറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ തുല്യത ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇക്വിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പില്ലാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരിക്കില്ല? ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഉണ്ടായിരിക്കില്ല. അതായത് ഡിസ്ക്രിമിനേഷൻസ് ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് ജെൻഡർ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഓൾ അതേഴ്സ് ആർ റൂൾഡ് ഔട്ട്. അപ്പോൾ നമ്മളിവിടെ ഏത് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാം നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ജെൻഡർ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് പോലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷൻസിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്തുള്ളതായിരിക്കണം? എല്ലാവർക്കും ഒരുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കണം. അതായത് ഇക്വാലിറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഏതിൽ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു പില്ലാർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് പില്ലാർ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പില്ലാറാണ് സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. എന്തിലുള്ള കണ്ടിന്യൂറ്റിയാണ്? കണ്ടിന്യൂറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വിറ്റിയിൽ എന്തായിരുന്നു? ഇക്വാളിറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഈക്വൽ ആയിട്ടുള്ള അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കണം എന്നാണ് സസ്റ്റൈനബിലിറ്റി പറയുന്നത്? അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് നമുക്ക് ആ കിട്ടുന്ന ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണം. അതായത് നമ്മളവിടെ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്തൊക്കെ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മുടെ നാച്ചുറൽ, ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ കൺട്രോൾഡ് അല്ലാതെ നമ്മളിപ്പോൾ ഫ്രീലി യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പറ്റും? ഒരു പോയിന്റിന് ശേഷം റിസോഴ്സസ് എക്സോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് റിസോഴ്സുകൾ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ നശിച്ചു പോകും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അതായത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമുക്കുള്ള ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ നാച്ചുറൽ ഓർ ഫിസിക്കൽ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെല്ലാം കൺട്രോൾഡ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കറണ്ട് റിസോഴ്സസ്, കറണ്ട് പോപ്പുലേഷൻ പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ. അതായത് നമ്മുടെ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി പ്രിസർവ് ചെയ്യുകയും വേണം. ആ റിസോഴ്സസുകൾ നമ്മൾ എന്തിനു ചെയ്യുകയും വേണം? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കണം. അതാണ് നമ്മുടെ ആ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് പില്ലാറാണ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇക്വിറ്റി, സെക്കൻഡ് പറഞ്ഞു സസ്റ്റൈനബിലിറ്റി, തേർഡ് പറഞ്ഞു പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമൻ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യണം? അത് നമ്മൾ എൻഹാൻസ് ചെയ്യണം. അതായത് ഹ്യൂമൻ ലേബർ പ്രൊഡക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെറ്ററായിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ലിവിങ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലേബർ പ്രൊഡക്ടിവിറ്റിയെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് പോലുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്ത ഫോർത്ത് പില്ലാറാണ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ പവർ ടു മേക്ക് ചോയ്സസ് ബൈ പ്രൊവൈഡിങ് എഡ്യൂക്കേഷണൽ, ഹെൽത്ത്, ഇംപ്ലിമെൻറ്റ് ആൻഡ് അതർ സസ്റ്റൈനബിൾ അവയർനെസ് പ്രോഗ്രാം. അപ്പോൾ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ശാക്തീകരണം. അപ്പോൾ നമ്മൾ എന്തിനുള്ള ശക്തിയാണ് നമുക്കവിടെ കിട്ടേണ്ടത്? പവർ ടു മേക്ക് ചോയ്സസിനുള്ള നമുക്കുള്ള ഒരു പവർ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പില്ലാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എംപവർമെൻറ്റ് മീൻസ് പവർ ടു മേക്ക് ചോയ്സസ് ബൈ പ്രൊവൈഡിങ് എഡ്യൂക്കേഷണൽ, ഹെൽത്ത് ആൻഡ് ഇംപ്ലിമെൻറ്റ് അതർ സസ്റ്റൈനബിൾ അവയർനെസ് പ്രോഗ്രാം. അപ്പോൾ അവിടെ എന്തൊക്കെ വേണം? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് അതർ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം. സസ്റ്റൈനബിൾ അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ
കൊടുക്കുന്നത് വഴി അവർക്ക് എന്ത് ലഭിക്കും എന്നാണ് പറയുന്നത്, ചോയ്സസ് എടുക്കുന്നതിനുള്ള ഒരു പവർ ലാലിത്യം ഹ്യൂമൻ ലേബറിൽ എത്തും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗുഡ് ഗവേണൻസ് ആണ് നമുക്കിതിന് വേണ്ടത്. അതായത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ സസ്റ്റൈനബിൾ അവയർനെസ് പ്രോഗ്രാംസ് എല്ലാം ആരായിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും. അതായത് പീപ്പിൾ ഓറിയൻറ്റഡ് പ്രോഗ്രാംസിന് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റ്സ് ആണ് നമുക്ക് ഏതിനാവശ്യമായിട്ടുള്ളത്. ഇതുപോലെ എംപവർമെൻറ്റ്, അതായത് പവർ ടു മേക്ക് ചോയ്സസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പില്ലേഴ്സ് ഏതൊക്കെയായിരുന്നു? 4 ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇക്വിറ്റി, അതായത് എന്താണ്? ഇക്വാളിറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻസ്. സെക്കൻഡ് വൺ ഈസ് സസ്റ്റൈനബിലിറ്റി, കണ്ടിന്യൂറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറഞ്ഞു. അതായത് പ്രസൻറ്റ് ജനറേഷൻ, പ്രസൻറ്റ് റിസോഴ്സസിനെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി കൺസർവ് ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം ഈ പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തേർഡ് വൺ പ്രൊഡക്ടിവിറ്റി ആകുമ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി, ഹ്യൂമൻ ലേബർ പ്രൊഡക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഇംപ്ലിമെൻറ്റ്സ് എല്ലാം നമ്മൾ സപ്ലൈ ചെയ്ത് നമ്മുടെ ഹ്യൂമൻ ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞു. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് പില്ലാർ. ഫോർത്ത് ആൻഡ് ഫൈനൽ പില്ലാർ ഈസ് എംപവർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ പവർ ടു മേക്ക് ചോയ്സസ്. ഈ പവർ ടു മേക്ക് ചോയ്സസ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? പവർ ടു മേക്ക് ചോയ്സസിന് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ അവയർനെസ് സ്കീംസ് ഇനിഷ്യേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അവയർനെസ് സ്കീംസ് എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമായിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് വേണം. അതായത് പീപ്പിൾ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ്, അതായത് വെൽഫെയർ ഓറിയൻറ്റഡ് സ്കീംസ് നമ്മൾ എൻഷുർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ? ഹ്യൂമൻ ലേബറിൻ്റെ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പില്ലേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് എത്ര തരത്തിലുള്ള അപ്രോച്ചസ് അല്ലെങ്കിൽ സമീപനങ്ങളാണ് നമുക്കുള്ളതെന്നാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് 4 പ്രധാനപ്പെട്ട അപ്രോച്ചസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ ഇൻകം അപ്രോച്ച്, സെക്കൻഡ് വൺ വെൽഫെയർ അപ്രോച്ച്, തേർഡ് വൺ ബേസിക് നീഡ്സ് അപ്രോച്ച് ആൻഡ് ഫോർത്ത് വൺ ഈസ് കേപ്പബിലിറ്റി അപ്രോച്ച്. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻകം അപ്രോച്ച്, വെൽഫെയർ അപ്രോച്ച്, ബേസിക് നീഡ്സ് അപ്രോച്ച് ആൻഡ് കേപ്പബിലിറ്റി അപ്രോച്ച്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു ഇൻകം അപ്രോച്ച്. അപ്പോൾ എന്താണ് ഇൻകം അപ്രോച്ച്? ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആണ്. അതായത് ഹയർ ഇൻകം റെഫേഴ്സ് ടു ഹയർ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഒരു കൺവെൻഷണൽ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതായത് ഇൻകം അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഹൈ ഇൻകം ആണെങ്കിൽ നമ്മളവിടെ എന്തായിരിക്കും? നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും ഹൈ ഇൻകം ആണെങ്കിൽ. അപ്പോൾ ഇൻകം ഹൈ ആയിരിക്കുമ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതാണ് നമ്മൾ എന്തിൽ ഉദ്ദേശിക്കുന്നത്? ഇൻകം അപ്രോച്ച് എന്നുള്ളതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനാണ് നമ്മൾ എന്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇൻകം അപ്രോച്ചിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഹൈ ഇൻകം ആണെങ്കിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ഹൈ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് അവിടെ വേണ്ടത് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഹൈ ഇൻകം എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ അച്ചീവ് ചെയ്താൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ബൂസ്റ്റപ്പ് ചെയ്യും എന്ന് പറയുന്ന ഒരു കൺവെൻഷണൽ കോൺസെപ്റ്റാണ് നമ്മൾ ഏതിൽ പറയുന്നത്? ഫസ്റ്റ് അപ്രോച്ച് ആയിട്ടുള്ള ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. ഇനി സെക്കൻഡ് അപ്രോച്ച് എന്താണ്? വെൽഫെയർ അപ്രോച്ച്. അപ്പോൾ വെൽഫെയർ അപ്രോച്ച് എന്ന് പറയുന്നതിൽ പീപ്പിളിനുള്ളത് ഒരു പാസീവ് റോളാണ്. പാസീവ് റോൾ ആണെങ്കിൽ അവിടെ ആക്റ്റീവായിട്ടുള്ളത് ആരായിരിക്കും? ആക്റ്റീവായിട്ടുള്ളത് നമ്മുടെ നേരത്തെ ആ ഒരു എംപവർമെൻറ്റ് സെഗ്മെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ആയിരിക്കും. അതായത് പീപ്പിൾ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിനാണ് വെൽഫെയർ അപ്രോച്ചിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. അതെന്താണെന്ന് നോക്കിയാൽ മോർ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് നീഡഡ് ഓൺ വെൽഫെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. അപ്പോൾ വെൽഫെയർ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയർ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തിലൊക്കെ സ്പെൻഡിങ് നടത്തണം? എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ ലേബറിന് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരെ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ ഹെൽത്ത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഹൗസിംഗ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഏതിൽ ഡിസ്കസ് ചെയ്യുന്നത്? വെൽഫെയർ അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആർക്കൊരു പാസീവ് റോളാണുള്ളത്? പീപ്പിളിന് പാസീവ് റോളാണുള്ളത്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്നത് ആരാണ്? ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓറിയൻറ്റഡ് ഗവൺമെൻറ് എന്തൊക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? അവർക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം.
അതുവഴി അവർക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, വെൽഫെയർ അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇൻകം അപ്രോച്ച് ആകുമ്പോൾ അവിടെ എന്തായിരുന്നു, ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരുന്നു, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആയിരുന്നു. അവിടെ ഹൈ ഇൻകം ആണെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആയിരുന്നു നമ്മൾ എവിടെ പറഞ്ഞത്, ഇൻകം അപ്രോച്ചിൽ പറഞ്ഞത്. സെക്കൻഡ് വെൽഫെയർ അപ്രോച്ച് ആയപ്പോൾ അവിടെ എന്ത് പറ്റി, അവിടെ പീപ്പിളിനുള്ള റോൾ എന്ന് പറയുന്നത് പാസീവായി, ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്നത് റെസ്പോൺസീവ് ഗവൺമെൻറ്റായി. അവരെന്തിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു, പ്രധാനമായിട്ടും ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള എലമെൻ്ററി ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ തേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ബേസിക് നീഡ്സ് അപ്രോച്ച്. അപ്പോൾ ബേസിക് നീഡ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്, ILO ആണ്. ILO എന്ന് പറയുന്നത് നമുക്കറിയാം, അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ബ്രാഞ്ചസിൽ വരുന്നതാണ്. ILO എന്ന് പറയുന്നതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമാണ്. അപ്പോൾ ILO പറയുന്ന പ്രകാരം ദർ ആർ മെയിൻലി 6 ബേസിക് നീഡ്സ്. ഈ ബേസിക് നീഡ്സ് അറ്റൈൻ ചെയ്യുന്നത് വഴി നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലേക്ക് ഉള്ള ഒരു ഡോർ സ്റ്റെപ്പിലാണെന്നാണ് ആര് പറയുന്നത്, ILO പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 6 ബേസിക് നീഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ, ഇറ്റ്സ് ഫോളോഡ് ഹെൽത്ത്, ഫുഡ്, പ്യുവർ വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൗസിംഗ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ആദ്യം പറയുന്നത് വിദ്യാഭ്യാസം, രണ്ടാമത് ഹെൽത്ത്, മൂന്നാമത് ഫുഡ്, നാലാമത് പ്യുവർ വാട്ടർ, അതായത് ഡ്രിങ്കിങ് വാട്ടറാണ് പ്യുവർ വാട്ടർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പല പ്രദേശങ്ങളിലും നമ്മൾ സലൈനൈസേഷനൊക്കെ നടത്തിയതിന് ശേഷമാണ് വാട്ടർ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിലൊക്കെ അപ്പോൾ സലൈനിക് കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. അത് പ്രധാനപ്പെട്ട നമ്മൾ ഈ ഡെസേർട്ട് ഏരിയയിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബേസിക് നീഡ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതിനുള്ള റീസൺ അതാണ്. പല സ്ഥലത്തുമുള്ള കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊല്യൂട്ടഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പ്യുവർ വാട്ടർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടി ILO എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ബേസിക് നീഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ഫിഫ്ത്ത് എന്ന് പറയുന്നത് സാനിറ്റേഷനാണ്. സാനിറ്റേഷൻ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് പീരീഡിൽ സാനിറ്റേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫൈനൽ വൺ ഈസ് ഹൗസിംഗ്. ഹൗസിംഗ് എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പാർപ്പിടം. അപ്പോൾ പ്രധാനമായിട്ട് 6 ബേസിക് നീഡ്സാണ് ILO സ്പോട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് എഡ്യൂക്കേഷൻ, സെക്കൻഡ് വൺ ഹെൽത്ത്, തേർഡ് വൺ ഫുഡ്, ഫോർത്ത് വൺ പ്യുവർ വാട്ടർ, ഫിഫ്ത്ത് വൺ സാനിറ്റേഷൻ ആൻഡ് സിക്സ് വൺ ഈസ് ഹൗസിംഗ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം അച്ചൈൻ ചെയ്യുന്നത് വഴി നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ഫോർത്ത് ആൻഡ് ഫൈനലായിട്ടുള്ള അപ്രോച്ച് എന്താണ്? ഫോർത്ത് ആൻഡ് ഫൈനൽ അപ്രോച്ചാണ് കേപ്പബിലിറ്റി അപ്രോച്ച്. കേപ്പബിലിറ്റി അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെൻ ആണ്. അപ്പോൾ അമർത്യ സെൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഇറ്റ്സ് എ കേപ്പബിലിറ്റി. എന്തിനുള്ള കേപ്പബിലിറ്റിയാണ്? കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ കഴിവ്. കേപ്പബിലിറ്റി ടു അച്ചീവ് ബെറ്റർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് പർച്ചേസിംഗ് പവർ പാരിറ്റി, അതായത് PPP. പർച്ചേസിംഗ് പവർ വേണം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് വേണം എന്നുള്ളതാണ് നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഒരു കേപ്പബിലിറ്റി അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പവേഴ്സിനും കേപ്പബിൾ ആയിട്ടുള്ളവരാണ്. പവേഴ്സ് ആയത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, PPP. ഇതിന് നമ്മൾ കേപ്പബിൾ ആയിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി വഴിവെക്കുമെന്നാണ് ആരുടെ ഒരു കോൺസെപ്റ്റ് പറയുന്നത്? അമർത്യ സെൻ്റെ കേപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അപ്രോച്ചസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻകം അപ്രോച്ച്, സെക്കൻഡ് വൺ വെൽഫെയർ അപ്രോച്ച്, തേർഡ് വൺ ബേസിക് നീഡ്സ് അപ്രോച്ച്, ഫോർത്ത് ആൻഡ് ഫൈനൽ വൺ ഇസ് കേപ്പബിലിറ്റി അപ്രോച്ച്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച പോർഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പഠിച്ച പോർഷൻ എന്ന് പറയുന്നത് വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ഗ്രോത്തും ഡെവലപ്മെൻറ്റും നമ്മുടെ ഡിഫറൻസ് എന്താണ്? ഗ്രോത്ത് നമ്മൾ പറഞ്ഞു, ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻഡ് സിംപ്ലി ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ സെക്കൻഡ് പറഞ്ഞു, ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രഡീഷണൽ യൂസ് ചെയ്ത മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു? കറൻ്റ്ലി നമ്മൾ എന്താണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ട്രഡീഷണലി യൂസ് ചെയ്തിരുന്ന പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായതെന്ന് പറഞ്ഞു. എന്താണ് ഈ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞു. ഈ ഷോർട്ട് കമ്മിങ്സ് കൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് മെഷറിംഗ് സിസ്റ്റം വന്നു എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? അതായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞു? മഹബൂബുൽ ഹക്കും അതുപോലെ തന്നെ അമർത്യ സെന്നുമാണെന്ന് പറഞ്ഞു. ഇതിന് UNDP അപ്രൂവ് കൊടുത്തു എന്ന് പറഞ്ഞു, എന്ന് 1990 കൊടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പില്ലേഴ്സ് എന്ന് നോക്കി. അല്ല നമ്മൾ ഇക്വിറ്റി പറഞ്ഞു, അതായത് ഇക്വാളിറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സെക്കൻഡ് വൺ സസ്റ്റൈനബിലിറ്റി പറഞ്ഞു, കണ്ടിന്യൂറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. തേർഡ് വൺ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസിങ് ഹ്യൂമൻ ലെവൽ പ്രൊഡക്ടിവിറ്റി. ഫോർത്ത് വൺ എംപവർമെൻറ്റ്, അതായത് റെസ്പോൺസീവ് ഗവൺമെൻറ് ആയിരിക്കണം. അവരെന്തിനൊക്കെയുള്ള ഒരു പവർ കൊടുക്കണം, ചോയ്സസ് മേക്ക് ചെയ്യുന്നതിനുള്ള ഒരു പവർ കൊടുക്കണം. ആ ചോയ്സസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവർക്ക് എന്തൊക്കെ എസെൻഷ്യൽ ആണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് വേണം, അതുപോലെ തന്നെ
അവർക്ക് സസ്റ്റൈനബിൾ അവയർനെസ് പ്രോഗ്രാംസും ഇനിഷ്യേറ്റ് ചെയ്യണം. ഇത് ആരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ? ഇത് പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസീവ് അല്ലെങ്കിൽ ഗുഡ് ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു എംപവർമെൻറ്റ് സെക്ഷനിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പ്രധാനപ്പെട്ട ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ചസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിൽ പ്രധാനമായിട്ട് 4 അപ്രോച്ചസ്. ഏതൊക്കെയായിരുന്നു അപ്രോച്ചസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഇൻകം അപ്രോച്ച്, സെക്കൻഡ് വൺ വെൽഫെയർ അപ്രോച്ച്, തേർഡ് ബേസിക് നീഡ്സ് അപ്രോച്ച് ആൻഡ് ഫോർത്ത് വൺ ഈസ് കേപ്പബിലിറ്റി അപ്രോച്ച്. ഇപ്പോൾ നമ്മൾ ഇന്നീ പഠിച്ച പോർഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നതാണ്.